നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും ഡ്രൈവർ പത്മകുമാറിനുമാണ് പരിക്കേറ്റത്. വെള്ളാങ്കല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് UDF വോട്ടുകൾ നീക്കം ചെയ്യാൻ CPM ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് ആരോപണം. വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു. മണ്ണുത്തി ഹൈവേയിൽ കുട്ടനെല്ലൂർ മേൽപ്പാലം കഴിഞ്ഞിറങ്ങുന്ന ഭാഗത്താണ് ജീപ്പ് മറിഞ്ഞത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും ഡ്രൈവർ പത്മകുമാറിനുമാണ് പരിക്കേറ്റത്. കനത്ത മഴയ്ക്കിടെ ജീപ്പ് നിയന്ത്രണം വിട്ട് ഹൈവേയിൽ നിന്ന് തെന്നിമാറിയാണ് അപകടം സംഭവിച്ചത്. റോഡരികിലെ വലിയ കാനയിലേക്കാണ് ജീപ്പ് മറിഞ്ഞത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസും ഡ്രൈവർ പത്മകുമാറുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഡിവൈഎസ്പിയുടെ കൈയ്യ് ഒടിഞ്ഞു. പരിക്കുകളുമുണ്ട്. ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് വരികയായിരുന്നു ഡിവൈഎസ്പി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ബൈജു പൗലോസ്. മീഡിയ ടൈം, തൃശൂർ. വെള്ളാങ്കല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് UDF വോട്ടുകൾ നീക്കം ചെയ്യാൻ CPM ശ്രമം നടക്കുന്നതായി കോൺഗ്രസിന്റെ ആരോപണം. വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും കോൺഗ്രസ് പരാതിപ്പെടുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ശ്രമമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളാങ്കല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് UDF വോട്ടുകൾ നീക്കം ചെയ്യാൻ CPM ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് ആരോപണം. പുതിയ വോട്ടർമാരെ ചേർക്കലും മരിച്ചവരെയും വിവാഹം കഴിഞ്ഞു പോയവരെയും പൂർണ്ണമായും താമസ സ്ഥലം മാറിപ്പോയവരെയും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നിയമാനുസൃതമായും സമാധാനപരമായും നടക്കുന്ന സമയത്താണ് ഈ അട്ടിമറി ശ്രമത്തിന് CPM ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷിന്റെ നേതൃത്വത്തിലാണ് UDF വോട്ടുകൾ പട്ടികയിൽ നിന്നും അനധികൃതമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യ മര്യാദ പാലിക്കാതെ അധികാരത്തിന്റെ ദുഷ്പ്രഭുത്വം കാണിക്കുന്നവരെ നിലയ്ക്ക് നിർത്തണമെന്ന് 12ാം വാർഡ് മെമ്പർ AMH ബഷീർ പത്രപ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ത്രീകളെ വരുമാനമുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ വളരെ കൃത്യമായി സ്ത്രീകളെ എങ്ങനെ ശാക്തീകരിക്കാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്താണ് എന്നതിനെക്കുറിച്ച് അതിശക്തമായി പഠിച്ചതിന് ശേഷമാണ് 98-ൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക നീക്കിയിരുത്തിക്കൊണ്ട് നബാർഡിൻ്റെ സഹായത്തോടുകൂടി ഈ ഒരു കുടുംബശ്രീ സംവിധാനത്തിന് രൂപം കൊടുത്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. CDS ചെയർപേഴ്സൺ സിനി അനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AN രേണുക, സംഗീത അനീഷ്, മെമ്പർ സെക്രട്ടറി ആന്റോ മാർട്ടിൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമിത ദിലീപ്, പഞ്ചായത്ത് അംഗം VA നദീർ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കാരുമാത്ര പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമായതായി ആരോപണം. ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരിക്കുകയാണ്. അതിൽ പഞ്ചായത്ത് അധികൃതർ ഉടനെ പരിഹാരം കാണണമെന്നും വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ കാരുമാത്ര ആവശ്യപ്പെട്ടു.
നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്കെന്ന സന്ദേശത്തിലൂന്നി വായനശാലകളെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുകയെന്ന ലൈബ്രറി കൗൺസിൽ പദ്ധതിയുടെ ഭാഗമായി കൊടകര കിഴക്കുമുറി യൂണിയൻ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. വല്ലപ്പാടി തടത്തിൽ ഷാജുവിന്റെ വീട്ടിൽ നടത്തിയ വീട്ടുമുറ്റ സദസ്സ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ A+ലേക്ക് നടക്കുമ്പോൾ A+ കിട്ടുന്ന നമ്മൾ വിചാരിക്കില്ല. A+നെ പഠിക്കുന്നത് ശരിയുണ്ടാറ് A+നാണ്. അപ്പൊ ഞാനൊരു കഥയും കൂടി പറയാം. നവോത്ഥാനത്തെ കുറിച്ച് പറയാമെന്നാണ്. ഞാനത് കുറച്ചുകൂടി മാറ്റി നിർത്തിയിട്ട് ഞാനൊരു കഥ പറയാണ്. ആ കഥ ഒരു വായനക്കാരന്റെ കഥയാണ്. വായനക്കാരൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു മനുഷ്യനുണ്ട്. നവോത്ഥാന നായകനാണ് കേരളത്തിൽ. നവോത്ഥാന നായകൻ. വായനശാല പ്രസിഡന്റ് KS ജോസഫ് അധ്യക്ഷത വഹിച്ചു. കവി സുഭാഷ് മൂന്നുമുറി, ലൈബ്രറി കൗൺസിൽ കൊടകര നേതൃസമിതി ചെയർമാൻ MK ജോർജ്, വായനശാല സെക്രട്ടറി TR ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസിനും ഡ്രൈവർ പത്മകുമാറിനുമാണ് പരിക്കേറ്റത്. വെള്ളാങ്കല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് UDF വോട്ടുകൾ നീക്കം ചെയ്യാൻ CPM ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് ആരോപണം. വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും കോൺഗ്രസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.